വനവാസമൊക്കെ കഴിഞ്ഞില്ലേ, ഇനി പട്ടാഭിഷേകം. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മുരളി ഗോപി കഥ എഴുതി മലയാളത്തിൻ്റെ മോഹൻലാൽ പ്രധാന വേഷത്തെത്തുന്ന സിനിമ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എമ്പുരാൻ എന്ന സിനിമയുടെ ടീസർ ഇന്ന് റിലീസായിരിക്കണം. എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം തന്നെ ടീസർ ബ്രേക്ക് ഡൗണോ ഇതിൻ്റെ ഹിഡൻ ഡീറ്റെയിൽസ് പറയാനൊന്നോ ഞാൻ വന്നിരിക്കുന്നത്. സോ ഈ ടീസർ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഹൈപ്പാണ് ഈ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഈ പടത്തിന് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ഒരു ഹൈപ്പുണ്ട്. ഈ ടീസർ ഹൈപ്പിന് എന്താ പറയുക ഒരു പ്രോമിസ് തന്നിരിക്കുകയാണെന്ന് എടുത്ത് തന്നെ പറയേണ്ടി വരും. ആൻഡ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് വർക്ക് എന്ന് തന്നെ പറയട്ടെ. മലയാള സിനിമ കണ്ടതിൽ വെച്ച്, അല്ലെങ്കിൽ ഇന്ത്യ സിനിമ കണ്ടതിൽ വെച്ച് ഒരു മികച്ച വർക്കായിരിക്കും എമ്പുരാൻ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ടീസർ ആക്ച്വലി നമ്മൾ ടീസ് ചെയ്തിരിക്കുകയാണ്. അത്തരത്തിലൊരു ടീസറാണ് തന്നിരിക്കുന്നത്. എന്താണ് കാണിക്കേണ്ടത് അത് മാത്രം കാണിച്ചുകൊണ്ടുള്ള പ്രേക്ഷകരെ അല്ലെങ്കിൽ ആരാധകരെ ടീസ് ചെയ്യുക എന്നുള്ള ആ ഒരു കാര്യം കറക്റ്റായിട്ട് ചെയ്തൊരു ടീസറും കൂടെയാണിത്. മലയാളത്തിൻ്റെ വലിയ ചെറിയൊരു സിനിമയാണ്. ആൻഡ് മലയാള സിനിമയെ സംബന്ധിച്ചുള്ള വലിയൊരു ഗ്രാൻഡ് ലോഞ്ച് എന്ന് തന്നെ പറയും. ടീസർ ലോഞ്ച് മലയാള സിനിമ എനിക്ക് തോന്നുന്നു ഇതുപോലെ മലയാള സിനിമ ലോഞ്ച് ചെയ്തിട്ടില്ല. നോക്കുകയാണെങ്കിൽ വലിയൊരു ഗ്രാൻഡായിട്ടുള്ള ലോഞ്ചായിരുന്നു ഇന്നലെ സിനിമയ്ക്ക് നടന്നിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലെ ആശീർവാസിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ 25ാമത്തെ വർഷമായിരുന്നു. സോ അതിൻ്റെ ഒരു സെലിബ്രേഷനും കൂടെ ഭാഗമായിട്ടാണ് സിനിമയുടെ ടീസർ ഇന്നലെ തന്നെ റിലീസായിരുന്നത്. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് ടീസർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മമ്മൂട്ടി തന്നെ സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൃഥ്വിരാജ് ഇത്രയും വലിയൊരു ചെറിയ സിനിമ എടുക്കുമെന്ന് അദ്ദേഹം പോലും പ്രതീക്ഷിച്ചില്ല എന്നുള്ള കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ക്വാളിറ്റി വൈസ് ഇത് ഭയങ്കര ഹൈ ലെവലായിട്ടൊരു ക്വാളിറ്റിയാണ്. ആൻഡ് ഈ പടത്തിൻ്റെ ആ ഒരു ക്യാമറ ലെൻസിങ് എല്ലാം തുടങ്ങി പക്കയായിട്ട് മാച്ച് ആവുന്നുണ്ട്. ആൻഡ് പിന്നെ പറയേണ്ടത് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് നോക്കുകയാണെങ്കിൽ ലൈക്ക ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വരുന്നൊരു സിനിമയും കൂടെയാണ്. ആൻഡ് സിനിമയുടെ ബഡ്ജറ്റ് എന്താണെന്ന് ക്ലിയറായിട്ട് അറിയത്തില്ല. പക്ഷേ എങ്കിലും ഇതൊരു ഭയങ്കര ഗ്രാൻഡലായിട്ടുണ്ട്. ഒരു മലയാള സിനിമ കാണും പോലെ ഇല്ല, ഒരു ഇന്ത്യൻ സിനിമ കാണും പോലെ ഇല്ല. ആക്ച്വലി ഇംഗ്ലീഷ് സിനിമ കാണുന്ന ഒരു ടച്ചാണ് എനിക്ക് കിട്ടുന്നത്. സിനിമയുടെ ഫ്രെയിം വർക്ക്, ആർട്ട് വർക്ക്, മ്യൂസിക്കൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ തന്നെ ഈ ടീസറിൽ കാണാൻ നേരത്തുണ്ട്. ടീസറിൻ്റെ അകത്ത് പഴയ ഡയലോഗ്സാണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷേ അതല്ല ഗൂസ് ബംസ് തന്നെയാണ്. ആൻഡ് മോഹൻലാലിൻ്റെ ഇൻട്രോ ആയിക്കോട്ടെ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ആ ടീസറിൻ്റെ എൻഡിങ് വരുന്ന ആ ഒരു ഹെലികോപ്റ്റർ ഫൈറ്റ് സീൻസും ആ ഒരു ഗൺ ഷോട്ട്സൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അൾട്ടിമേറ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് സമ്മാനിക്കാൻ എമ്പുരാന് കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇതൊരു 3 പാർട്ട് ഫിലിം സീരീസ് ആണെന്നുള്ള കാര്യം ഇതിൻ്റെ റൈറ്ററായിട്ടുള്ള മുരളി ഗോപി എന്നെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനിയൊരു സിനിമ വരാനും കൂടിയുണ്ട്. ആൻഡ് ഈ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് കണക്കാക്കിയാൽ മതി. ഒരു സ്റ്റാൻഡ് അലോൺ ഫിലിം ആണെന്നും പറയുന്നുണ്ട്. സോ സിനിമ കണ്ടാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. പക്ഷേ എനിവേ ഈ പടത്തിൻ്റെ ടീസർ ഒരു വലിയ ഹൈപ്പ്, കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും വളരെ വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കാൻ ഈ ഒരു ട്രെയിലറിന് ഈ ഒരു ടീസറിന് ആക്ച്വലി കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. ആൻഡ് നിങ്ങൾ എത്ര പേര് ഈ ഒരു ടീസർ കാണാൻ വെയിറ്റിംഗ് ആയിരുന്നു? നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാക്കിയോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് എത്ര പേര് മാർച്ച് 27 ഫസ്റ്റ് ഡേക്ക് ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു? ആൻഡ് എവിടെയും ടിക്കറ്റൊക്കെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക. ആൻഡ് എത്ര പേര് എക്സൈറ്റഡ് ഉള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് മോഹൻലാലിൻ്റെ ഒരു ഗ്രേറ്റസ്റ്റ് കംബാക്കാണ്. ആൻഡ് ഇത് ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം കൂടിയാണ് മോഹൻലാൽ ഫാൻസ്. ആൻഡ് പല തിയേറ്ററിലും ഈ ഒരു ടീസറിൻ്റെ ഒരു ആ ഒരു ഫസ്റ്റ് ഇതുണ്ടായിരുന്നു. വളരെ വലിയൊരു എക്സ്പെക്റ്റേഷൻ ഫാൻസിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ആ ഒരു ആ ഒരു എക്സൈറ്റ്മെൻറ്റിനെ ഇത് പൂർത്തിയാക്കിയോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഇതൊരു ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റ്, മലയാളത്തിൻ്റെ വലിയ ചെറിയ സിനിമ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ദിവസം അതുവരേക്കും ബൈ.